വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് മോങ്കോ ഡി ബി എന്ന് പറഞ്ഞ ഡാറ്റാബേസിനെ കുറിച്ചാണ്. നമ്മൾ നോഡ് ജെഎസ് അല്ലെങ്കിൽ മെയിൻ സ്റ്റാക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിലവിൽ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു നോഎസ്ക്യൂഎൽ ഡാറ്റാബേസാണ് മോങ്കോ ഡി ബി എന്ന് പറയുന്നത്. എന്താണ് നോഎസ്ക്യൂഎൽ എസ്ക്യൂഎൽ എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ബാക്ക് എൻഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ് ബാക്ക് എൻഡ് എന്നുള്ള അത് വെബ്സൈറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ആ വീഡിയോ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് നോഎസ്ക്യൂഎൽ എസ്ക്യൂഎൽ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പോപ്പുലറായിട്ടുള്ള ഇന്ന് നിലവിൽ ലോകത്ത് പോപ്പുലറായിട്ടുള്ള ഏറ്റവും വലിയ നോഎസ്ക്യൂഎൽ ഡാറ്റാബേസാണ് മോങ്കോ ഡി ബി. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മോങ്കോ ഡി ബി ഡാറ്റാബേസ് ആക്കിക്കൊണ്ടായിരിക്കും നോഡ് ജെഎസിൽ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് മോങ്കോ ഡി ബി സെറ്റപ്പ് ചെയ്യാം? നിങ്ങൾ പല വീഡിയോയിലും മോങ്കോ ഡി ബി ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് കണ്ടിട്ടുള്ള, ബട്ട് ഇപ്പം നിലവിൽ എല്ലാവരും ഉപയോഗിക്കുന്ന മോങ്കോ ഡി ബി ക്ലൗഡാണ്. അപ്പോൾ മോങ്കോ ഡി ബി ക്ലൗഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, മോങ്കോ ഡി ബിന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഈ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഗെറ്റ് സ്റ്റാർട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെ രജിസ്റ്റർ ചെയ്യാൻ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യണം. കണ്ടിന്യൂ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ ചോദിക്കും. ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്നതാണ്. മോങ്കോ ഡി ബി ഇപ്പോൾ റെഡി ആവുന്നതാണ്. ഓക്കെ, നമുക്കുള്ള മോങ്കോ ഡി ബിയുടെ ക്ലൗഡ് സെർവർ റെഡിയായി. ഇനി ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഇവിടെയാണ് നമുക്ക് വേണ്ട ഡാറ്റാ ബേസ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റാ ബേസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ എന്താണ്, ഞാൻ ഒരു നോട്ട് പാഡ് ഒന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റാ ബേസിന് എന്താണ് ഒരു സ്ട്രക്ചറുണ്ട്, ഡാറ്റാ ബേസും കളക്ഷനും. അതായത് ഞാനിപ്പം ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഇത് നമ്മളെ കളക്ഷനാണ്. സോ ഒരു ഡാറ്റാ ബേസാണ്, ഡി ബി ആണ്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഇ-കൊമേഴ്സിൻ്റെ അകത്ത് വരുന്ന കളക്ഷൻസ് ഏതാണ്, ഓർഡേഴ്സ്, അതുപോലെ തന്നെ പ്രോഡക്ട്സ്, അടുത്ത വരുന്നത് യൂസേഴ്സ്. അങ്ങനെ ഒരുപാട് എന്താണ് ഇത് ഡി ബിയും ഇതിൻ്റെ അകത്ത് കളക്ഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഡി ബി ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് പെയ്ഡാണ്. ഇവിടെ അറ്റത്തുണ്ട് ഫ്രീ ഉണ്ട്. 512 GB സ്റ്റോറേജിങ്, ഷെയർഡ് റാം, ഷെയർഡ് CPU നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കുള്ള ക്ലസ്റ്ററിൻ്റെ പേര് ചോദിക്കണം. ആ ഒരു ഡാറ്റാബേസിൻ്റെ പേര് ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ഞാനിപ്പം ഫ്യൂച്ചർ ബീറ്റ്സ് എന്ന പേര് കൊടുത്തു. ഓക്കെ, നമ്മളുടെ റീജിയൻ മുംബൈ ആണ്. മുംബൈയിലുള്ള സെർവറിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. AWS ആണ് പ്രൊവൈഡർ. ഓക്കെ, ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കുള്ള ഡാറ്റാബേസ് ഇപ്പോൾ ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, നമുക്കുള്ള യൂസർ നെയിമും പാസ്വേഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ആ പാസ്വേഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂസർ നെയിം. നിങ്ങളെ പാസ്വേഡ് നിങ്ങൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കുക. ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുക്കുക. പ്രൊസീഡ് ടു കണക്റ്റിലോട്ട് പോവുക. ഇത് ക്ലോസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കുള്ള ഡാറ്റാബേസ് ഇപ്പോൾ ലോഡ് ആവുന്നതാണ്. ക്ലസ്റ്റർ, ഓക്കെ, നമുക്കുള്ള ഡാറ്റാബേസ് ഇപ്പോൾ ലോഡിങ്ങിലാണ്. ഇവിടെ ക്ലസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാബേസ് ഇപ്പോൾ ലോഡിംഗ് ആണ്. ഒരു സാമ്പിൾ ആയിട്ടുള്ള ഡാറ്റ സെറ്റ്, ബേസിക്സ് ഒരു സാമ്പിൾ ഡാറ്റ സെറ്റ് അതിലോട്ട് ആഡ് ചെയ്യാണ് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി.
ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇത്തിരി ലോഡിങ്ങിലാണ്, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആവട്ടെ. ഈ താഴെ കിടക്കുന്ന ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞ് ബ്രൗസ് കളക്ഷൻ്റെ അകത്താണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. അപ്പം നമ്മളെ കളക്ഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, നമുക്കുള്ള ഡാറ്റാബേസ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസ് കളക്ഷൻ എന്ന് കാണിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മളെ കളക്ഷൻസിലോട്ട് ഇപ്പോൾ നമ്മൾ എത്തുന്നതാണ്. ഓക്കെ, സാമ്പിൾ എന്താണ്, ആ ഒരു സാമ്പിൾ എംഫിലിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ സാമ്പിൾ ഡാറ്റാബേസ് ആണ്. ഇത് നമ്മൾ DB9 ആണ് എന്ത് ചെയ്തേക്കുന്നത്, സാമ്പിൾ എംഫിലിക്സ് എന്ന് കൊടുത്തേക്കുന്ന. ഇതിൻ്റെ അകത്ത് കമൻറ്റുകൾ, ഇതൊരു മൂവിയുടെ ഡാറ്റാബേസ് ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഇതിപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്ന കമൻറ്റുകളാണ്, എംബഡഡ് വീഡിയോസാണ് ഈ സ്റ്റോർ ചെയ്തേക്കുന്ന ഈ കളക്ഷൻ്റെ അകത്തുള്ള. ഓക്കെ, ഇതിൻ്റെ അകത്ത് എംബഡഡ് വീഡിയോസും കാര്യങ്ങളും അങ്ങനെ മൂവീസ് അങ്ങനെ ഇതിപ്പോൾ ഇത് സാമ്പിൾ എംഫ്ലിക്സ് എന്ന് പറയുന്ന ഡാറ്റാബേസിൻ്റെ അകത്തുള്ള ഇതൊരു ഡമ്മി ഡാറ്റയാണ്. നിങ്ങളെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇത് വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തുള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്നില്ല, യൂസർ, തിയേറ്റേഴ്സ്, സെഷൻസ്, മൂവീസ്, എംബഡഡ് മൂവീസ്, കമൻറ്റ്സ് എല്ലാം കളക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ആ ഡാറ്റാബേസിൻ്റെ പേര് നിങ്ങളിവിടെ പിടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഡാറ്റാബേസ് ബേസിക്കലി എന്ത് ചെയ്യുന്നതിന്, നമുക്കൊരു ക്രിയേറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന്. നിങ്ങൾക്കിത് കാണുമ്പോൾ UI ചെറിയ കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇന്നിപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും കാര്യമെല്ലാം പഠിച്ച് നമ്മളെ പ്രൊജക്റ്റ് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊജക്റ്റ് 0 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്, നമ്മളിപ്പോഴത്തെ പ്രൊജക്റ്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇനി അടുത്ത പ്രൊജക്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എന്താണ് ആഡ് ന്യൂ പ്രൊജക്റ്റ് അടിച്ച് ആ പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതൊക്കെ ആ ടൈമിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഡാറ്റാബേസ് MongoDB സെറ്റപ്പ് ചെയ്യുന്നതിന്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നാളത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. നാളെ എങ്ങനെയാണ് ഡാറ്റാബേസിൽ Node.js വഴി ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന, ഡിലീറ്റ് ചെയ്യുന്ന, എഡിറ്റ് ചെയ്യുന്ന, അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.